മാർക്കറ്റിംഗ് സർവൈവൽ സീരീസ് പാർട്ട് 19. ഇടിവെട്ടിവന്റെ തലേ പാമ്പ് കടിച്ചോടാ. ചിന്നക്കട ജംഗ്ഷനിൽ വെച്ച് ചിന്നക്കട ജംഗ്ഷനിൽ ഒരു കട തുടങ്ങണം. അപ്പോൾ ഞാൻ എത്ര ഏരിയ ഫോക്കസ് ചെയ്ത് ഒരു ക്യാമ്പയിൻ റൺ ചെയ്യണം? ചിന്നക്കട എന്ന് പറയുന്ന ഒരു വലിയൊരു ഭയങ്കര പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഞാൻ എന്തോരം ഡിസ്റ്റൻസിലായിരിക്കും ഒരു ക്യാമ്പയിൻ ചെയ്യേണ്ടത്? ഫിസിക്കൽ സ്റ്റോർ ഉള്ള ആൾക്കാരുടെ ഒരു ഡൗട്ടാണത്. ഓക്കെ, സോ ഞാനാണ് ഇപ്പം ചിന്നക്കട ജംഗ്ഷനിൽ അല്ലെങ്കിൽ കഴക്കൂട്ടം ജംഗ്ഷനിലോ എവിടെ ആയിക്കോട്ടെ, നമ്മളൊരു ഫിസിക്കൽ സ്റ്റോറാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ കുഞ്ഞമ്മയും കൊച്ചച്ഛനും ഒക്കെ ആണെങ്കിൽ മാത്രമേ അവർ 100 കിലോമീറ്റർ അപ്പുറത്തും നമ്മളുടെ കടയുടെ ഉദ്ഘാടനത്തിന് വരുത്തുള്ളൂ. ഓക്കെ, നമ്മളുടെ ഫ്രണ്ട്സും വരാം. നമ്മളുടെ കസ്റ്റമർ ആകാൻ സാധ്യതയുള്ള ആൾക്കാർ അവർ വരാനുള്ള പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ മാക്സിമം 5 കിലോമീറ്റർ ചുറ്റളവിലാണ്. ഓക്കെ, 10 കിലോമീറ്റർ പോലും നിങ്ങൾ കൺസിഡർ ചെയ്യണ്ട. ബിക്കോസ് അവരുടെ ആ ഒരു ഏരിയയിൽ നമ്മളുടെ കടയിൽ കിട്ടുന്ന സെയിം കാറ്റഗറി ഓഫ് പ്രോഡക്റ്റ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അവർ എന്തിനും നമ്മളുടെ കടയിൽ വരണം. മനസ്സിലായോ? സോ ഫിസിക്കൽ സ്റ്റോറിന് വേണ്ടിയിട്ട് ക്യാമ്പയിൻ റൺ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരുടെ ഒരു മാക്സിമം 5 കിലോമീറ്റർ ചുറ്റളവിൽ മാത്രം ആഡ് റൺ ചെയ്താൽ മതി. അതിന്റെ അപ്പുറത്തുനിന്നൊന്നും ആരും വരുത്തില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. താങ്ക് യു.